സത്യം പറയാൻ നല്ല പെടല പെട്ടോ നമ്മള്. ഇതെന്താണ് കമ്പോ ചോളനോ? ഇതെന്താണ് നമുക്ക് വലിയ ഐഡിയ കിട്ടുന്നില്ലല്ലോ. പൊളിച്ചു വെക്കാം. ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി കഴിയും. പക്ഷെ വീടൊക്കെ മണ്ണ് കൊണ്ട് തേച്ചതാണ്. മണ്ണും ചാണകം ഉപയോഗിച്ച് തേച്ച വീടുകളാണ്. വളരെ വിജനമായ റോഡാട്ടോ. ഒരു ഒറ്റ വരിപ്പാത. അതിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് അയ്യോ. അപ്പം ഞങ്ങളുള്ളത് കർണാടകത്തിലാണ്. കർണാടകത്തിൽ ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതുണ്ടോ, ഞങ്ങളിപ്പോൾ ഒരു ഹൈവേയിലാണുള്ളത്. നമ്മൾ ആൾറെഡി ഒരു ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് വിജയപുരം എന്ന് പറയുന്നുണ്ട്. ആ സൈൻ ബോർഡുമ്പോൾ കാണാം വിജയപുരം എന്നുള്ളത്. അവിടേക്കാണ് പോകുന്നത്. നമ്മൾ മുംബൈ എന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. മുംബൈ എന്ന് പറഞ്ഞിട്ട് മുംബൈക്കല്ലല്ലോ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ദേശമില്ലാതെ ചുറ്റാം എന്ന് കരുതിയിട്ടാണ്. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുംബൈ സൈഡാണ് പിടിക്കുന്നത്. അപ്പോൾ ആ സൈഡ് ചിലപ്പോൾ നമ്മൾ മാറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ റൂട്ട് ചേഞ്ച് ആക്കുന്നുള്ളത്. റൂട്ട് നൈസായിട്ട് ചെറുതായിട്ട് ചേഞ്ച് ആക്കിയേക്കുവാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഹുബ്ലിയിലാണ്. ഹുബ്ലിയിൽ നിന്ന് നമുക്ക് നേരെ മുംബൈയിലോട്ട് പോവാം. വേണമെങ്കിൽ മുംബൈയിലോട്ട് പോവാം. പക്ഷേങ്കിൽ മുംബൈയിലോട്ട് ഡയറക്റ്റ് പോവാതെ വിജയപുര എന്ന് പറയുന്ന ആ ഒരു സ്ഥലം വഴിയാണ് കയറി പോകുന്നത്. ഇപ്പോൾ ഉള്ളത് നമ്മൾ വിജയപുരേക്ക് പോകുന്ന ഹൈവേയിലാണ്. കണ്ടാ നമ്മളുടെ വണ്ടി ഹൈവേയിൽ നിർത്തിയിട്ടുണ്ട്. സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിച്ചാണ്ട് ഞങ്ങളെ റോഡ് ഇത് ഹുബ്ലിക്കും അതേപോലെ ഹുബ്ലിയിൽ നിന്ന് മുംബൈയിലേക്കും അവിടെ നിന്ന് വിജയപുരയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ്. ഇതിലാണ്ട് അതിലെങ്ങനെ ഒരു വൈപ്പാത് റോഡാണ്. അങ്ങനെ കയറിയിട്ട് നേരെ ഇതുമൊക്കെയാണ് വരുന്നത്. പിന്നെ അതെ അവിടെ ഇവിടുത്തെ വാഹനങ്ങൾക്ക് ഈ ബ്രിഡ്ജിലേക്ക് ഈ ഹൈവേയിലേക്ക് കയറണമെങ്കിൽ കണ്ടോ അതിലെങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറിപ്പോരാ. ഇതൊക്കെ വളരെ രസമാണ് കാണാൻ ഈ റോഡ്. ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാക്കാന്ന് കരുതി. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട്. അതെ തീർച്ചയായും. കാരണം ഇവിടുന്ന് ഇപ്പം അവിടെ നിന്ന് അതുവഴി വരുന്ന വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിലെങ്ങനെ ഇറങ്ങിയിട്ട് ആ ഹൈവേയിലേക്ക് ഇറങ്ങാം. അതൊക്കെ കണ്ട ആ ഹൈവേയിൽ അങ്ങനെ പോവുകയാണ്. അതങ്ങനെ എവിടേക്കാന്നറിയില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതും തന്നെ എവിടേക്കാന്നില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ ഇതുവഴിയാണ് പോകുന്നത്. ഞങ്ങളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ കുറച്ച് അതായത് ഇന്നത്തെ ദിവസം കൂടി നമ്മൾ കർണാടകത്തിലുണ്ടാവും. നാളെ ഇന്നല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ കയറും, ഇല്ലെന്നാണെങ്കിൽ നാളെ എന്തായാലും മഹാരാഷ്ട്ര കയറിയിരിക്കും. മഹാരാഷ്ട്ര കയറണം എന്തായാലും. മഹാരാഷ്ട്രയ്ക്ക് കയറുന്നുണ്ട്. മുംബൈയിലേക്ക് പോയില്ലെങ്കിലും മഹാരാഷ്ട്ര കയറും. അപ്പോൾ എന്താ മുന്നിക്ക് അങ്ങനെ പോയി നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പോയാലോ. ഈ ഹൈവേ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് റോഡാണ്. നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ വീഡിയോ എടുത്ത അവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററോളം മുന്നോട്ട് പോകുന്നു. ഫുള്ളായിട്ട് അവിടെ നിന്നോട്ട് ഇവിടെ വരെയൊക്കെ കോൺക്രീറ്റ് ആണ്. മുന്നിക്കൊക്കെ കോൺക്രീറ്റ് ആണ് ഈ റോഡ് കിടക്കുന്നത്. സൈഡിലൊക്കെ കൃഷിയായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ശൂന്യതയാണ്. അതായത് എല്ലാം ഉയ്ത് മറിച്ചിട്ടേക്കുമാണ്. ഇത് സീസണിൽ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടാവാം, അതിനെന്തെങ്കിലുമൊക്കെ ആവാം എന്നാണ് കരുതുന്നത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഉയ്ത് മറിച്ച് അടുത്ത വിള ഇറക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലും നിൽക്കുവാണ്. ഈ പാടങ്ങളല്ല പറമ്പാണ്. ഇവിടുത്തെ പറമ്പിൽ തന്നെയുള്ള ഒരു കൃഷി ചെയ്യുന്നത്. ഒരു കറുത്ത മണ്ണാണ് ഇവിടുത്തെ മണ്ണിലെ. നല്ല കറുത്ത കളറുള്ള മണ്ണാണ്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ ഒരു കറുപ്പാണ് നമുക്ക് അവിടേക്ക് നോക്കിയാൽ കാണാം. അതിൽ ചില പുല്ലുകളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ അതിലൊരു വെള്ളം. ഇരു വശങ്ങളിലും അങ്ങനെ തന്നെയാണ്, രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ്. കറുത്ത മണ്ണാണ്, കറുപ്പാണ്. നല്ല രസമാണ് കാണാനൊക്കെ. അതായത് ഈ സൈഡൊന്നും ഇവിടെ ഒന്നും അടുത്തൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകളൊന്നുമില്ല. വളരെയധികം വിജനമായി കിടക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എങ്കിൽ ധാരാളം വാഹനങ്ങൾ ഈ ഒരു ഹൈവേയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നമ്മളും ഇതുപോയി സഞ്ചരിക്കുകയാണ്. അങ്ങനെ നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇതിങ്ങനെ കറുത്ത മണ്ണും ഒന്നുമില്ലാതെ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് നോക്കിയാൽ കാണും. അവിടെ അങ്ങനെ 1-2 വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിയും. ഇലക്ട്രിക് പോസ്റ്റുകൾ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഉള്ള കാഴ്ചകൾ. അങ്ങോട്ട് പോകുമ്പോഴേക്കും അല്ല നമ്മൾ കാണാത്ത തരം കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോൾ ഈ ഹൈവേയിൽ നിന്നും ഇറങ്ങുവാണ്. വിജയപുരയിലേക്കുള്ള വഴി ഇതിലെ ഈ സർവീസിലൂടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഹൈവേ ആണോന്നറിയില്ല, ഇതുവഴിയാണ് എന്തായാലും ഉണ്ടോ. വിജയപൂർ இந்த பக்கம் திரும்புடா. ഓക്കെ. ഇനി നമ്മുടെ എത്ര കിലോമീറ്റർ ഈ റോഡ്? അതൊക്കെ ഹൈവേ തന്നെയാണല്ലോ. ഇതൊക്കെ ഹൈവേ തന്നെ കേട്ടോ. ഇതപ്പോൾ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇതിൽ
അടിയിൽ കൂടെ യൂട്ടണായിട്ട് പോവാണ് കാരണം ഒരു രക്ഷയില്ല. കണ്ടങ്ങള് നല്ല രസമാണ് അത് കാണാനുണ്ട്. ഇങ്ങനല്ലേ ഒഴിഞ്ഞു കിടക്കുക നമ്മൾ സിനിമകളിൽ അതായത് എന്താ കന്നഡി മൂവിയിലൊക്കെ ഡബ് ചെയ്ത് നമ്മളെ മൂവിയിലൊക്കെ ഈ ഇത്തരം സ്ഥലങ്ങളിലെ ഷൂട്ടിങ്ങുകളൊക്കെ ഉണ്ടാവും. അത് കാണുമ്പോൾ രസമാണ്. അതേപോലെ തന്നെ പോണ് റോഡ് നേരെ വിട്ടേക്കുവാണ്. വിട്ടോളിയടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ 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 നമ്മൾ പോയിരുന്ന ഹൈവേ അല്ലേ അത് ബാംഗ്ലൂരിലേക്ക് ഇവിടെ നിന്ന് ആ ഹൈവേയിൽ 400 കിലോമീറ്റർ ആണ്. അതായത് 401 ഉണ്ട്. ആ ഹൈവേയിൽ പോവുകയാണെങ്കിൽ ഇതിൽ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഷോട്ടുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ വിജയപുര കോട്ടയുണ്ട്. വിജയപുര കോട്ടെ അതായത് ഹൈവേയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ചാടുവാണ്. ഹൈവേ കഴിഞ്ഞുണ്ടോ ഇനി സ്റ്റാർട്ടാകുമ്പോൾ പിന്നീട് എപ്പോഴേലൊക്കെ നമ്മൾക്ക് അത്ര നിർബന്ധമൊന്നുമില്ല ഹൈവേ സ്റ്റാർട്ടാക്കണം. കാരണം അതിലെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണൂല ഹൈവേയിൽ. തന്നെ കുഴപ്പമില്ല, അടിപൊളി റോഡ് തന്നെയാണ്. ഹൈവേ പോലെ തന്നെയാണ്. അത്യാവശ്യം വീതി വിസ്താരമൊക്കെ ഉള്ള റോഡാണ്. റോഡൊക്കെ വീതി മണ്ണ് കട്ടോ കളച്ചിട്ട് മറിച്ചിട്ട് ആകെ കട്ടകളാണ്. അവിടെ തൊട്ട് ഇത് അതെ കട്ടത് അതെ മണ്ണ് കട്ടോ മണ്ണ് കട്ട മണ്ണും കട്ട. നമ്മൾ ഈ റോഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. 2 സൈഡും ഏകദേശം നമ്മളിപ്പോൾ ഒരു 7 കിലോമീറ്ററൊക്കെ പോകുന്നുണ്ടോ. ഇത് നേരത്തെ സംസാരിച്ചോണ്ട് 7 കിലോമീറ്റർ പോന്നിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ റോഡിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം കാര്യമൊന്നുമില്ല. നമ്മുടെ ഇരുവശങ്ങളിലും ഇതേപോലെ തന്നെ കിടക്കുവാണ്. കൃഷിയിടങ്ങൾ കൃഷിയായിട്ടൊന്നും ചെയ്തിട്ടില്ല. കൃഷിയിടങ്ങളാണ്, കൃഷിയായിട്ടൊന്നും ചെയ്തില്ല. എല്ലാം ഉയർത്തി മറിച്ചേക്കുവാണ്. മുന്നിക്ക് പോകുന്നവരും എല്ലാം ഉണ്ടാവും. ഉണങ്ങിയിട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ അവിടെയൊക്കെ പരുത്തിയൊക്കെ പൊട്ടി പാറിപ്പോയി. ഉണങ്ങി ഈ രണ്ടാമത് കൃഷി ചെയ്യണം. അപ്പോഴേക്ക് ടൈം എടുക്കും. അതുവരെ ഇവിടെ വെക്കാറ് റിസ്ക്കാ. ഞങ്ങള് എന്താ വിജയപുരയിലേക്ക് പോവാണ്. പക്ഷേ ഇതിൽ ഇടയിൽ വെച്ചെന്ന ഹൈവേന്നൊക്കെ ഇറങ്ങി. ഹൈവേ താണ്ട് അതിൻ്റെ പോണേ. ഹൈവേന്നൊക്കെ ഇറങ്ങിയിട്ട് ഇതിലെങ്ങനെ പോവുകയാണ്. ഇതിലെങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളിനി ഇവിടെ നിന്ന് കാണുന്ന ഈ റോട്ടിൽ എങ്ങനെ പോകും. ഇവിടെ എന്താ സംഭവം, ഇവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നത്. കാളവണ്ടിയിലാണ് എത്രയും ആളുകൾ പോകുന്നത്. കാളവണ്ടിയാണ് അത്. കാളവണ്ടിയല്ലേ? ആ അതിലാണ് ഇത്രയും ആളുകൾ പോകുന്നത്. ഇവിടെ എന്തോ പരിപാടി കഴിഞ്ഞതാ. കഴിഞ്ഞാണ് എന്തോ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഈ റോഡ് അങ്ങനെ തിരിയുവാണ്. ഇത്
തിരികുവാണ്. ഈ റോഡ് അങ്ങനെ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്ന റോഡാട്ടാ. അധികം കാളവണ്ടി, കാള, പോത്ത്, പോത്തും വണ്ടി തുടങ്ങിയവറ്റുള്ള ഒരു ഗ്രാമമാണ്. അത് ചോദിച്ചു നോക്കിയാലോ കുടിക്കാൻ. അതെ. ഹലോ, കുടിക്കാൻ പറ്റുമോ കുടിവെള്ളം? ക്യാനക്ക് എടുക്കട്ടെ. കുടിക്കാൻ നമ്മളെ ഇവിടെ ഒരു ഗ്രാമത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. നമുക്കെന്ന് വെച്ചാൽ നമ്മളെ വെള്ളം പറ്റ കഴിഞ്ഞു. അത് കുടിച്ചൂടെ അക്ക? കുടിനീരാണ്. ഒന്ന് ചിന്തിക്കണം. വെള്ളം കഴിഞ്ഞു. ഹായ്, പേരെന്താ? ഇവരെ ഭാഷയിൽ എങ്ങനെ അറിയില്ല. സാനയാണ് പേര്. വെള്ളം പൈപ്പിൽ വെള്ളം ഇതാണ് ഇവരെന്നെ കുടിക്കുന്നത്. അപ്പൊ ഇതിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. നമ്മൾ എത്തിയിട്ടുള്ളത് ഇത് ഏതാ സ്ഥലം എന്ന് എനിക്കറിയില്ല. ചെറിയൊരു ഗ്രാമമാണ്. നമ്മുടെ ഒരു ഹൈവേ കയറി പോന്നിട്ടുള്ളൊരു ഗ്രാമമാണ്. കണ്ടാ രസം. തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല രസമാണ് കാണാനൊക്കെ. വെള്ളം ഇവർക്കൊക്കെ ഇങ്ങനെ പൈപ്പാണ്. ഞങ്ങൾ ഇന്ന് വെള്ളം കിട്ടുമെന്ന് കരുതിയതല്ല, ടൗണിൽ പോയിട്ടൊക്കെ വാങ്ങിക്കാനൊക്കെ കരുതിയതായിരുന്നു. പക്ഷേ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. സുഖമാണ്. നമ്മളുടെ വണ്ടി ഇതാണ്ട അവിടെ കിടക്കണം. ഓ, ഇവിടെയൊക്കെ കൃഷിക്കാരായതുകൊണ്ട് ഇതൊക്കെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഓരോ വണ്ടികളായിരിക്കാം. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതിലിങ്ങനെ കുടമൊക്കെ വെള്ളമൊക്കെ കൊണ്ടുപോകാം, 4 കുടമൊക്കെ കൊണ്ടുപോകാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വണ്ടിയായിരിക്കും. വലിച്ച് കൊണ്ടുപോകാം. ഇതൊരു ചെറിയൊരു ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാ കുടുംബക്ഷേത്രം പോലെയൊക്കെ അല്ലേ. ഉണ്ടോ? ഈ വണ്ടി കാണാൻ തന്നെ അടിപൊളിയാണ്. വീടൊക്കെ മണ്ണ് കൊണ്ട് തേച്ചതാണ്. മണ്ണും ചാണകം ഉപയോഗിച്ച് തേച്ച വീടുകളാണ് ഈ വീട് എന്ന് പറയുന്നത്. ഉണ്ടാ, മണ്ണ് ചാണകമൊക്കെ കൊണ്ട് തേച്ചതാണ്. പിന്നെ പെയിൻറ്റ് ചെറുതായിട്ടൊക്കെ പൂശിയുണ്ട്. കറണ്ടുണ്ട്. ആകെയുള്ളത് മാത്രമാണ്. മേലെ സ്ലാബ് ചെയ്തിട്ടുണ്ടോ അല്ല, ഷീറ്റ് ഇട്ടാണ്ട് അതിൻ്റെ മേലെ തേച്ചേക്കുവാണ്. സംഭവം അടിപൊളിയാണ്. അതായത് ഫുള്ളായിട്ട് ഇഷ്ടികമല വീട് നിൽക്കുന്നത്. ഇഷ്ടിക കൊണ്ടാണ്. ആ വീടുകളൊക്കെ നിൽക്കുന്ന ഇഷ്ടികയാണ്. ഇഷ്ടിക ഏറ്റവും മേലേക്ക് വെച്ചിട്ട് വലിയ നമ്മളുടെ സെൻറ്ററിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുത്തുണ്ടല്ലോ, അതുപോലത്തെ വലിയ മരങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരു ഇത് കൊടുത്തേക്കുക. അതിൻ്റെ മേലെ കൂടെ ഷീറ്റ് ഇട്ടേക്കുക. പിന്നെ അതിന് വരമ്പ് കെട്ടിയേക്കുക. ചുറ്റിനും സിമെൻറ്റ് കൊണ്ട് വരമ്പ് കെട്ടി അതിൻ്റെ മേലെ പിന്നെ പട്ടയും അതൊക്കെ വെച്ചേക്കുവാണ്. ചാണകം മണ്ണ് ഉപയോഗിച്ചാണ് വീട് തേച്ചിട്ടുള്ളത്. ഡോറും കാര്യമൊക്കെ ഉണ്ട്, കറണ്ടുണ്ട്, TV ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ വെള്ളം നിറയാനായിട്ടുണ്ട്. അത് പൈപ്പ് എല്ലായിടത്തും പൂട്ടാം. അപ്പോൾ ഇന്നത്തെ വെള്ളം നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഗ്രാമത്തിൽ നിന്നാണ്. സത്യം പറഞ്ഞാൽ വെള്ളം കിട്ടുമോ പോലും ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന നേരത്താണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതെന്താ പറഞ്ഞാൽ അപ്പോൾ വെള്ളം ഇന്ന് കിട്ടിയില്ലെങ്കിൽ പണി പോകുള്ളൂ. കാരണം നാളേക്കാണ് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. 2 ദിവസത്തിൻ്റെ കേട്ടോ. അത് 2 ദിവസത്തിൻ്റെ വെള്ളമാണ്. പൊട്ടി ഓക്കെ. എല്ലാം കേട്ടോ, പൈപ്പ് പൊട്ടിച്ചല്ലേ. ഓക്കെ. കാളവണ്ടി, ട്രാക്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ലുക്കോ പിന്നെ തീർച്ചയായും. അതെ. അതെന്താ വെച്ചാൽ ഒരു കൃഷിയാണ് ഇവർ മെയിനായിട്ട്. ഇവിടുത്തെ ആളുകൾ കൃഷിയുടെ ആളുകളാണ്. കർഷകരാണ്. കൃഷിയുടെ ആളുകളുള്ള കർഷകരാണ്. പക്ഷേങ്കിൽ നമുക്ക് വരുന്ന വഴിക്കൊന്നും കൃഷിയൊന്നും കാണാൻ വേണ്ടി എല്ലാ പാടങ്ങളും ഇത് മറിച്ചിട്ടേക്ക് വരുന്നു. ഗ്രാമത്തിൻ്റെ ഏറ്റവും കുത്തായ ഏരിയക്ക് പോകണമെങ്കിൽ അതിൽ പോയി കഴിഞ്ഞാൽ കണ്ട ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി കഴിയും. പക്ഷെ നമ്മൾ അതിലൊന്നും പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഗ്രാമങ്ങളുടെ പുറത്തൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത്. ഇത് തന്നെ സത്യം പറഞ്ഞാൽ ഒരു ദയനീയമായ കാഴ്ചയാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾക്കാണ് ഇതൊരു ദയനീയാവസ്ഥ ഉള്ളത്. ഇവിടെയൊക്കെ എല്ലാവർക്കും ടോയ്ലറ്റ് കാര്യം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളുണ്ട്. ഇത് സ്കൂളാണ്. അതന്നെ സ്കൂളുണ്ട്. ആളുകൾക്ക് തിരക്കേടില്ലാത്ത വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ ഇവരുടെ ഈ ജീവിത ശൈലി അത് ഇവർ അലിഞ്ഞു കയറുന്നതാണ്. നമ്മളെപ്പോലെ വലിയ വീട് വെക്കുക, അതിൽ എല്ലാ സാധനങ്ങളും ഇതാ. ഇതിപ്പോൾ നമ്മളവിടെ ഉള്ളൊരു മിഡിൽ ലെവൽ വീടാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ഉള്ള പാടങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലേ. അപ്പോൾ ഇവിടുത്തെ സാധാരണ ആളുകളുടെ വീട് ഇപ്പോൾ നമ്മളവിടുത്തെ പഞ്ചായത്ത് കെട്ടിക്കൊടുക്കുന്ന പോലെയൊന്നും
നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ഇതിലൊക്കെ വരാൻ വേണ്ടി കഴിഞ്ഞത്. ചുട്ടുവോ ഇതിലൊക്കെ വരാൻ വേണ്ടി കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം നമ്മൾക്ക് ഈ ഒരു യാത്ര പോന്നിട്ടില്ലെങ്കിൽ ഇതിലൊന്നും വരാൻ വേണ്ടി കഴിയില്ല. എല്ലാ വീട്ടിലും ട്രാക്ടർ ഉണ്ട്, കാളവണ്ടി ഉണ്ട്. ട്രാക്ടറിലാണ് ഇതുപോലത്തെ ലോഡുകളൊക്കെ അവർ അടിക്കുന്നത്. ഇത് മണ്ണാണ് ഇവിടുത്തെ കേട്ടോ, മണ്ണാണ്. മണ്ണാണത്. അതീവ സുന്ദരമായൊരു ഗ്രാമം, വളരെ നിശബ്ദതയേറിയൊരു ഗ്രാമം, അച്ചടക്കത്തോടു കൂടിയുള്ളൊരു ഗ്രാമം. അപ്പോൾ ഇനി ഞങ്ങൾ ഈ റോഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി നമ്മൾ ഗ്രാമം വിട്ടു. അവിടെ നിന്ന് നമുക്ക് വെള്ളം തന്നവർ, ആ വീട്ടുകാർ വെള്ളം തന്നു. ഇനി നമ്മൾ ഈ റോട്ടിന് പോയി കഴിഞ്ഞാൽ അടുത്തായിട്ട് എവിടേക്ക് എത്തുകയെന്ന് അറിയില്ല. ഗൂഗിൾ മാപ്പ് ഓഫാണ്. ഗൂഗിൾ മാപ്പൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഈ നേരത്ത്. എത്തുന്നിടത്ത് എത്തട്ടെ എന്നുള്ള രീതിയിലുള്ള യാത്രയാണ്. വളരെ വിജനമായ റോഡാട്ടോ, ഒരു ഒറ്റവരിപ്പാത. അതിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഏറെക്കുറെ സമയമായി. ഇപ്പം നേരത്തെ സംസാരിച്ചു കൊടുത്തൊരു 2 കിലോമീറ്റർ പോന്നിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുമില്ല, നമ്മൾ ഓപ്പോസിറ്റ് വണ്ടിയില്ല, നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകാനും വണ്ടിയില്ല, പാടത്തോ കർഷകരില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. അല്ലേ, വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ രണ്ടും മാത്രമുള്ള ഇതില്ലേ ഈ റോഡിൽ കൂടെ. അതെ. ഇത്തരത്തിലുള്ള ഏരിയകളിലൂടെയൊക്കെ പോരുമ്പോൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് ആസ്വദിക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള ഏരിയയിലൂടെ വരുമ്പോൾ നന്നായിട്ട് ആസ്വദിക്കുക. ഇതൊക്കെ നമ്മൾക്ക് ഇനിയൊരു കാഴ്ച ഇതിങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇനി വരുമ്പോൾ ചിലപ്പോൾ ഇതിലൊക്കെ പുല്ല് മുളച്ച് അല്ലെങ്കിൽ ഇതിലൊക്കെ വിത്തുകൾ പാകി അത് മുളച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കിട്ടുക. അതെ. ഈ ഒരു കാഴ്ചയും ആ ഒരു കാഴ്ചയും വ്യത്യസ്തമാണ്. പണ്ടങ്ങൾ റോഡ് അങ്ങനെ നേരെ പോവാണ്, അങ്ങനെ അറ്റം വരെ പോവാണ്. ഇത് എവിടേക്കാന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മളങ്ങനെ പോവും ഈ റോഡ്. ഇതിൻ്റെ അറ്റം എവിടെയുള്ള വെച്ചാൽ അവിടെ വരെ പോവാം. ഓക്കെ. വിജനമായി ഒറ്റയാൻ പാതയിലൂടെ ഞാനും കുക്കു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഞങ്ങൾ വണ്ടിയൊന്ന് സൈഡാക്കി. നല്ലൊരു ആലാണ്, കുറച്ച് തണലുകൾ കിട്ടിയപ്പോൾ ഇവിടെ നിർത്തിയാണ്. നല്ല കാറ്റാണ്, ആരുമില്ല. ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞില്ലേ, കറുത്തവളാണ്, കറുത്തവൻ. ഒരു നനവ് പോയിട്ട് ഒന്നുമില്ലല്ലേ. ഒരു എന്താ പറയുക, എന്താ നാട്ടിൽ കൊണ്ടുപോകുക. അതാണ് കരിങ്കുട്ടി. വെള്ളം മണ്ണ് കുറിച്ചെന്ന് തേക്കും. കരിങ്കുട്ടി അതാ കുട്ടിയല്ലേ, കറുത്ത കുട്ടി, അതാണ് കരിങ്കുട്ടി എന്ന് പറഞ്ഞാൽ. ഓക്കെ. ബസ്സൊക്കെ ഉണ്ട്, KSRTC ഒക്കെ പോകേണ്ടതിന്. സംഭവം നിസ്സാര റൂട്ടല്ല കേട്ടോ. അപ്പോൾ ഇത് KSRTC ഒക്കെ പോകുന്ന വലിയ റൂട്ട് ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. KSRTC ഇപ്പോൾ നമ്മളെ കിണ്ണക്കോരയിലേക്ക് പോകുന്നത് പോലെയൊക്കെയുള്ളൊരു റൂട്ടാണ്. ഏതായാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ രണ്ടുപേരും ഓട്ടോറിക്ഷയും കൊണ്ട് ഇറങ്ങിയവരാണ്. അപ്പോൾ പുതിയ ആളുകൾക്കാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഞങ്ങൾ എവിടേക്കാണ് പോണത് ഒന്നൊരു ഐഡിയ ഇല്ല, അങ്ങനെ പോവാണ്. ഒരുപാട് ദൂരം ഷോർട്ട് കട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പല വിങ്ങ് തിരിയുവാണ്. ഇനിയിപ്പോൾ ഈ ആലിൻ്റെ ഈ തണലിൽ നിന്നും ഞങ്ങൾ ഇതാ കാണുന്ന നേരെ ആ റോട്ടിന് അങ്ങനെ പോകും. എന്താടാ, ഇവിടെയാണ് ഇപ്പോൾ ഒരു പച്ചപ്പ് കണ്ടതല്ലേ. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ കൃഷിയായിട്ടേ. ഇതെന്താ സംഭവം? മൾബറി. മൾബറിയാണ്. മൾബറി കൃഷി കേട്ടോ. അത് മൾബറിയില് ഒന്നുമില്ലല്ലോ ഇല്ലയോ, ഇപ്പൊ ആയിട്ടുള്ളൂ. ഇലകളൊക്കെ വന്ന് സെറ്റ് ആയിട്ട് പുതിയ ഇലകളാണ്, വളർന്ന് നിൽക്കുകയാണ് അല്ലേ. ഇവരുണ്ട് ഈ പാടൊക്കെ ഇപ്പോഴും വെള്ളം അടിച്ചാണ്ട് ഇതാക്കുവാണ്. ആ ഉണങ്ങി നിൽക്കുന്ന അതൊന്നൊന്ന് കാണിച്ചു കൊടുത്തിട്ട് പോകുന്നു. നോക്കാം മൾബറി ഇല്ല, ഉണ്ടോ? മൾബറി ഒന്നും ഇല്ല കേട്ടോ, മൾബറി നെയ്റ്റില്ല. ഇതൊക്കെ വെള്ളം അടിച്ച് ക്ലിയർ ആക്കുകയാണ്. ഈ സൈഡൊക്കെ ഉണ്ടോ, എല്ലായിടത്തും കൂടെ ഈ ഭാഗങ്ങളൊക്കെ വെള്ളം വെച്ചാണ്ട് അടിച്ചാണ്ട് പൈപ്പ് വെച്ചാണ്ട് നനച്ചു കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും കൂടെ. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോട്ടെ, മുമ്പോട്ടില്ല അത്ര പോവാണ്. അതായത് പാടത്തേക്ക് വെള്ളം വരെ അടിച്ചു വിടുമ്പോൾ മാത്രം ഉണ്ടാവുന്നത്. അതെ, അല്ലെങ്കിൽ പിന്നെ ഇതേമാതിരി ഇങ്ങനെ എന്താ വിണ്ട് കിടക്കുന്നില്ല. ഇപ്പൊ വെള്ളമല്ല, വെള്ളം ഞാൻ അടിച്ച് കയറ്റുണ്ടാവാം. ഇവിടെയാണ് ഇപ്പൊ ഒരു കൃഷിയായിട്ടൊരു സംഭവം. ഇവിടെ ഒരു പച്ചപ്പ് കാണണേ, ഒരു പച്ചയായിട്ട്. അവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാ. അവിടെയൊക്കെ എന്തോ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്ന് പോയി നോക്കാം.
ചോളോ ഇതെന്താ ചെന്ന് നോക്കുമ്പോ തണലിലേക്ക് നിർത്തിയാൽ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇതൊരു സൈസ് പുല്ലാണ് അല്ലേ? നമുക്ക് ചെന്ന് നോക്കാം. നമുക്ക് എന്താ അറിയത്തില്ല, പുല്ലാണോ ഇതെന്താണ്? കമ്പോ ചോളനോ? ഇതെന്താണ് നമുക്ക് വലിയ ഐഡിയ കിട്ടുന്നില്ലല്ലോ. പൊളിച്ചു നോക്കാം. ഗോതമ്പ് ഗോതമ്പോ ഗോതമ്പും പാടാണ് കഴിച്ചത്. കണ്ടോ ഗോതമ്പും പാടാണ്. സത്യം പറയാം, ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഗോതമ്പ് പാടൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയാത്തത്. നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഗോതമ്പ് പാടത്താണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങോട്ട് നോക്കാം മേലേക്ക് കാണുന്ന ഫുള്ള് ഗോതമ്പാണ്. തൊട്ടപ്പുറത്ത് മൾബറി കൃഷി. ഇത് ഗോതമ്പ്. അതിനപ്പുറത്ത് അവിടെ ഉണ്ടോ, അവിടെ ആ ഒരു ഏരിയയിൽ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്. വേറൊരു മഞ്ഞയാണല്ലേ ഇത്ര ചെറിയ ലൈറ്റ് മഞ്ഞ, അത് ഡാർക്ക് മഞ്ഞയാണ്. അപ്പൊ ആ മഞ്ഞന്റെ അടുത്ത് പോലെ ഗോതമ്പാടെ കണ്ടില്ലാന്ന് പറയുന്നത് ഞാൻ. ഗോതമ്പാണ് കിടക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞാലേ എന്താ ഗോതമ്പ് ഇതുവരെ കണ്ടില്ല. എങ്ങനെയാണ് ഗോതമ്പ് കിടക്കണത് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഗോതമ്പ് ഇതുപോലത്തെ ഒരു കതിരായിട്ടോ നിൽക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ പല വീഡിയോകളിലും. പക്ഷെ നമ്മള് നേരിൽ അത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഒരു ഉള്ളി കടിച്ചോക്കാം. പറ്റുണ്ടോട്ടെ. അതെ, പരസ്യത്തിൽ കാണിക്കാനുണ്ടോ? അല്ല, അതൊന്ന് കടിച്ചോക്കാം. എന്താ അവസ്ഥ? ഉണ്ടോ? ആട്ടന്റെ പരസ്യം. ഗോൾഡ് സൺ ഗോൾഡ് അല്ലേ? ഒറിജിനൽ അല്ലേ? ഡൂളിയാ? ടെസ്റ്റർ കുക്കുവാണ്. നമ്മളിനി അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്താം. വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഒറ്റയ്ക്ക് കൊണ്ടാണ്. വിജയമായ സ്ഥലമായത് കൊണ്ടേ ഇപ്പൊ ഒരു ബൈക്കാപ്പ് ഇതിലെ പോയത്. ഞാൻ അവിടെ കൊണ്ടുപോയി വണ്ടി എത്തിയിട്ട് അവിടുത്തെ എന്താ നോക്കിയിട്ട് നോക്കാം. എന്താണാവോ കാണാത്തൊരു സംഭവമാണ്. മണക്കുണ്ടല്ലോ, നല്ല മണുണ്ടടാ. ഇതുമ്പോ മുള്ളുണ്ടാവും. മുള്ളുണ്ടല്ലോ. കുത്തി മുള്ളുണ്ട്, സ്മെല്ലുണ്ട്. അതെ, ഇതെന്തോ ഒരു കായാണ് ഇത്. നമ്മളിത് കണ്ടില്ല. സ്മെല്ലിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിൻ്റെ അല്ലേ? അതെ, സ്മെല്ല് നല്ല സ്മെല്ലുണ്ട്. ഒക്കെ കിടക്കണതുണ്ട്. അതിലൊക്കെ ഉണ്ട്. നല്ലൊരു ഏരിയ ചെയ്തിട്ടുണ്ട്. ഇത് ആ നടുക്കുണ്ട് ഒരു പുളിമര. ഞാൻ കഴിഞ്ഞ ട്രിപ്പിലൊക്കെ പറഞ്ഞിരുന്നു, ഇവരുടെ പാടത്ത് ഇതുപോലത്തെ ഒരു പുളി ഉണ്ടാവും. ആ ഒരു പുളിന്റെ ചോട്ടിലിരുന്നാണ്ടാണ് ഇവര് ഭക്ഷണം കഴിക്കുന്നൊക്കെ. പണിക്കാരൊക്കെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെങ്കിൽ ഇതെന്താണെന്ന് കഴിച്ചാൽ നമുക്ക് അറിയില്ല. ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തണം. നിങ്ങൾക്ക് മനസ്സിലാവണ്ട ഈ സാധനം എന്താണെന്ന്. ഇതിന് മുള്ളുണ്ട്, ഒരു പൂവ് പോലെയാണ്, നല്ല സ്മെല്ലുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാവണില്ല നമുക്ക്. എന്ത് തരം കൃഷിയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇത് സംഭവമാണ് കേട്ടോ. ഇത് തന്നെ അത്യാവശ്യം നല്ലൊരു ഏരിയ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. എന്തായിരിക്കും ഇത്? പൂവുണ്ട്. പൂവുണ്ട്. ഇത് പൂവാണ്. ഇതിൻ്റെ ഞാൻ ഈ പറിച്ചെടുത്ത പൂവാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് ഇതൊരു കായാണ്. ഇതാവും എടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇതൊരു പൂവല്ല, ഒരു പൂന്തോട്ടമല്ല അത്, ആ ഉറപ്പാണ്. ഇനി മുന്നിലേക്ക് പോയി നോക്കാം. എന്നിട്ട് നമ്മൾക്ക് അടുത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. ഓക്കെ പോയി നോക്കാം. ഇത് ഉത്തരം കിട്ടാതെ പോവാണ് ഞങ്ങൾ. ഇതിൻ്റെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ല ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാനേ പോയിക്കോളൂ, മനസ്സിലാവുന്നില്ല. സ്മെല്ല് നമുക്ക് പരിചയമുള്ള സ്മെല്ലാണ്. ശരി, എന്ത് ചെയ്യാം നമുക്ക് അറിയില്ല. പോയി നോക്കാം. വീണ്ടും നമ്മൾ പോന്ന് ഒരു ഗ്രാമത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇത് വേറെ ഏതോ ഒരു ഗ്രാമമാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഗ്രാമമല്ല ഇത്. ഇത് പുതിയൊരു ഗ്രാമമാണ്. ഇവിടെ തന്നെ കർഷകരാണ്. ട്രാക്ടറും കളവണ്ടിയും അതുപോലെ കൃഷിക്ക് ആവശ്യമായ ആയുധങ്ങളൊക്കെ ഉള്ള ഏരിയകളൊക്കെയാണ് ഇതിലുള്ളത്. ഇത് റോഡ് ഇവിടെ അവസാനിച്ചു. സ്കൂളാണത്. നമ്മളിത് എവിടേക്കാണത് കൊണ്ടുപോകുന്നത്? ഈ റോഡ് ഒരു ഐഡിയ കിട്ടുന്നില്ല. നോ ഐഡിയയിലാണ് പോകാണ്ടിരിക്കണത് പറഞ്ഞ പോലെ. ഇത് സത്യം പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പരമാവധി ഉള്ളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പരമാവധി ഉള്ളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ടോ, സത്യം പറഞ്ഞത് ഉള്ളിക്കുള്ളിക്ക് അങ്ങനെ പോവുകയാണ് ഈ ഒരു വഴി എന്ന് പറയുന്നത്. എത്രത്തോളം ഉള്ളിലേക്ക് പോകുമെന്ന് അറിയില്ല. തികച്ചും ഗ്രാമം.
लिया बदवा मेन रोड है हाँ सीधा നമ്മളിവിടെ വഴിയൊന്ന് ചോദിച്ചു. കാരണം എന്താ വെച്ചാൽ ഇത് എവിടേക്ക് എത്തുക എന്താ അറിയില്ലല്ലോ. ഇത് നേരെ പോയാൽ മതി മെയിൻ റോഡിലേക്കാണെന്നാണ് പറഞ്ഞത്. ഗൂഗിൾ മാപ്പ് നോക്കുന്നില്ലല്ലോ. നമ്മൾ ഇവിടെയൊക്കെ വെള്ളം ധാരാളം ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം ധാരാളം ഉണ്ട്. ഇവിടെയൊക്കെ വെള്ളം ആവശ്യത്തിലേറെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിതിൽ ഇങ്ങനെ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ കൊണ്ടുവരുന്ന ഒരു വണ്ടി കണ്ടത് വെള്ളം കൊണ്ടുപോണ്. അത് കുടം വയ്ക്കാനുള്ള സ്പേസ് കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. കണ്ടു കണ്ട് ആ കുടം വയ്ക്കാനുള്ളൊരു എന്താ പറയുക ഒരു സ്പേസ് ഒരു കൂട പോലെ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് വെള്ളം ശരിക്കും കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ഓ റോഡ് കഴിഞ്ഞോ? പറ്റ മോശമായോ? ഡാർക്കായല്ലോ. മോനെ നമ്മൾക്കാണെങ്കിൽ വണ്ടിയുടെ ബാക്ക് സോക്ക് അബ്സർ കമ്മിയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് ബുൾസേ തട്ടി കളിക്കാം. കുക്കോ കുതിര കണ്ടോ നമ്മള്? ഇതാണ് നമ്മളെ കുതിര. ഇത് കണ്ടോ കുതിരകളുണ്ടോ? റോട്ടിലെത്തിയ പുല്ല് നിൽക്കുവാണ്. കൂട്ടി കെട്ടിയിട്ടുണ്ട്. അച്ഛട് അധികം പോകാതൊക്കെ വേണ്ടി അതിന് ദൂരം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാവാം. അതെ. എത്ര ഉണ്ട്? 4 ഉണ്ടല്ലേ? കുതിരന്നല്ലേ? തന്നെയാണല്ലേ? അതെ. ഇത് നടുക്ക് നോക്കാം ഒരു ഷെഡ്. അത് സാധനങ്ങൾ കൊണ്ട് വെക്കാനാ? ഇത് കുറെ പുല്ലാണല്ലേ? കുറെ പുല്ലാണ്. ഇത് കണ്ടോ? അതായത് നമ്മൾ ആ ഒരു ഓഫ് റോഡ് അവിടെ നിന്ന് സ്റ്റാർട്ടായിട്ട് പിന്നെ ഇവിടെ വരെ വളരെ മോശമാണ് റോഡ്. ഇവിടെ നിന്ന് റോഡ് തന്നെ അല്ല, റോഡ് വളരെയധികം മോശമാണ്. നമുക്കൊരു മെയിൻ റോഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡ് നമ്മൾ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം എത്താനായി. അവിടെ ചോദിച്ചപ്പോൾ സീതാ എന്ന് പറഞ്ഞു. സീതാ നേരെ പോയിക്കൊണ്ടിരിക്കുവാണ്. റോഡ് നിന്ന് എന്നോ പണ്ട് ചെയ്തതിൻ്റെ കല്ലുണ്ടല്ലോ ഇപ്പോൾ. അത് മാത്രമാണുള്ളത്, അല്ലാതെ ഒന്നുമില്ല. പിന്നെ പണിയെടുത്തില്ല. പിന്നെ ഇത് പണിയെടുത്തില്ല. ഇത് പിന്നെ ഈ കടത്തം കടന്നതാണ്. ഇതൊരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ കയറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുന്നിക്ക് ഇങ്ങനെ കണ്ടിട്ട് ഒരു ഗ്രാമത്തിൻ്റെ വൈബുണ്ട്. അതൊക്കെ വണ്ടിക്ക് പണി വരുന്ന റൂട്ടാട്ടോ. സത്യം പറയാൻ നല്ല പെടട്ടോ നമ്മള്. അത് കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റോഡ് റോഡ് തന്നെയാണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രാമത്തിലേക്ക് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. ഇതും കർഷകരുടെ ഒരു ഗ്രാമമാണ്. ട്രാക്ടറും നല്ല പാട്ടുണ്ട്. ട്രാക്ടറിലൊക്കെ നല്ല DJ പാട്ടൊക്കെ ഇട്ടാണ് അവർ പോക്ക്. കുറച്ച് കളി ഗ്രാമത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. ഒരു വാഹനങ്ങളൊക്കെ കഴുകി ഇവിടെ വെള്ളത്തിനൊരു വലിയ ക്ഷാമമില്ലാത്തൊരു കർണാടകയിലെ ഒരു ഏരിയയാണ്. കർണാടകൻ ഗ്രാമീണ ഭംഗിയാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. കർണാടകൻ ഗ്രാമീണ ഭംഗി വളരെ രസകരമാണ്. അതിലെ യാത്ര ചെയ്യാൻ നല്ല സുന്ദരമായൊരു സ്ഥലം. എല്ലാ വീടുകളും ഇഷ്ടികമ്മലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഷ്ടികയാണ് എല്ലാ വീടിനും. അതുപോലെ തന്നെ തേച്ചിട്ടുള്ളത് സിമെൻറ്റ് കൊണ്ട് തേച്ചതും ഉണ്ട്, ഇല്ലാന്നല്ല. അതിലേറെ ചെറിയ വീടുകളൊക്കെ തേച്ചിട്ടുള്ളത് മണ്ണും ചാണകവും ഉപയോഗിച്ചിട്ടാണ്. രണ്ടും മിക്സ് ചെയ്തിട്ട്. കാരണം നമ്മളത് വെള്ളം എടുത്ത വീടിൻ്റെ താഴത്ത് കിടക്കാൻ പൊട്ട് നോക്കുമ്പോൾ ചാണകമാണത്. ചാണകവും മണ്ണും പാടെ മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു വീടുകൾ. നമ്മളിങ്ങനെ ടൗണിലേക്ക് എത്താനായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടൗണിലേക്ക് നല്ല കഴിച്ചിട്ട് ഇവിടുത്തെ അവസാനിച്ചു. ഓഹോ, ഇത് ഇനി റോഡ് എവിടെ വെക്കോ? മെയിൻ റോഡ് ഓരോട് ചോദിച്ചപ്പോൾ ഓരോ പറഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റാണ്. അപ്പോൾ ഇനിയുള്ളത് ഈ പഞ്ചായത്ത് റോഡ്, ഈ കട്ടട്ട പഞ്ചായത്ത് റോഡിലൂടെയാണ് പോകുന്നത്. ഇവിടെ സ്കൂളുകൾ, എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളുകളുണ്ട് എന്നുള്ളത് തന്നെ നമ്മളുടെ മനസ്സ് നടക്കുന്ന ഒരു കാര്യം. വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ടാവണം, അത് കിട്ടട്ടെ.
അത് ഇത് കുറേ ദൂരം ഉണ്ട് കേട്ടോ. എടാ ഇത് കുറേ ദൂരമുണ്ട്. ഓ ധാരാളം ഉണ്ട്. ഈ ഏരിയയൊക്കെ നോക്കാം, ഇതൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ചെറിയൊരു പീടിയാണ്. കന്നുകാലി വളർത്തലും തന്നെ ഇവിടുത്തെ ഒരു പ്രധാന കൃഷിയാണ് അല്ലേ, ഒരു പ്രധാന വരുമാനമാണ് ഇവിടുത്തെ. ഈ കുട്ടികൾ ഇങ്ങനെ വെയിലത്തേക്ക് ഇങ്ങനെ നടക്കും. ഇവർക്ക് ഈ വെയിലൊന്നൊരു ചൂട്, നമ്മൾക്കിപ്പോൾ ഇതിൽ വരുന്നത് ആദ്യമായിട്ടല്ലേ വരുന്നത്, അതുകൊണ്ടാണ് ഈ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത്. അവർക്ക് ശീലമായി. പക്ഷേ എങ്കിൽ എന്നാലും ഇവരൊക്കെ നിറമുണ്ട്. ഇവർ നിറമുള്ള ആളുകളാണ് കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഈ ഒരു വഴിയിലൂടെ അങ്ങനെ പോയി നോക്കുക. ഇത് എവിടേക്കാണ് നമ്മൾ കൊണ്ടെത്തിക്കുക എന്നുള്ളത് പടച്ചോനറിയാം. സംഭവം ഒരു ഡാർട്ട് റോഡ് കാണട്ടോ, അല്ലാതെ നടക്കുന്ന പരിപാടി. അങ്ങനെ ഞങ്ങൾ മെയിൻ റൂട്ടിലേക്ക് പോകുന്ന റോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓ നാട്ടിൻ പറ്റം കണ്ട. ഇത് ഇവിടെ രണ്ടുപേരുടെ ആടാട്ടോ, ഇവരെ രണ്ടുപേരെ ആടാണത്. ഇഷ്ടംപോലെ ഉണ്ട് കണ്ട. ഇവരെ നമ്മൾ പോകാനായിട്ടില്ലടാ, നമുക്ക് പോവാം. എത്ര കാലല്ലേ നമ്മള് അതിന്റെ ബാക്കിൽ പോകും. നമ്മള് പണ്ട് ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ട്രിപ്പിന് ബാക്കിൽ പോയിട്ട് നമ്മളവിടെ കുടുങ്ങി ലോക്കായി. നമ്മളെ കൊണ്ട് പിന്നെ അവര് വഴി മാറി തരുമൊന്നുമില്ല. ഏതായാലും അവർക്ക് അവരുടെ വരുമാനമാണത്. നടക്കട്ടെ. ഈ റോഡിന്റെ മോശം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കയറില്ല റോട്ടിക്ക്. അവിടെ തൊട്ട് ആ മോശമായ റോഡിലേക്ക് കയറില്ല. അവിടെ തൊട്ട് ഇവിടെ വരെ ഇതിലൊക്കെ ഈ റോഡ് മോശമാണ്. കിലോമീറ്റർ കണക്കിനായി ഞങ്ങൾ ഈ റോഡിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ പോണത് ഒരു 20-ൻ്റെ ഉള്ളിൽ, 20 ഉണ്ടാവില്ല, 10 സെക്കൻഡ് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്. അത്രയും സ്ലോവിലാണ് പോകുന്നത്. കാരണം നമ്മൾ ഓട്ടോ എടുത്തിട്ടുമല്ലോ. നമ്മളുടെ നാട്ടിലൂടെയുള്ള റോഡ്, ഉൾനാട്ടിലൂടെയുള്ള റോഡൊക്കെ മോശമാണെന്ന് പല രീതിയിലും നമ്മൾ പറയാറുണ്ട്. മറ്റുള്ള സംസ്ഥാനത്തിൽ ഇതേപോലത്തെ ഹൈവേകൾ ഒഴിവാക്കി ഇത്തരം ഗ്രാമീണ റോഡുകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഏതാനും റോഡുകൾ, ഒരു 90% റോഡുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മളുടെ നാടും ഇവരുടെ ഈ മറ്റുള്ള സ്റ്റേറ്റുകളും തമ്മിൽ, ഇപ്പം ഞാൻ സഞ്ചരിച്ചിട്ടുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ റോഡിൻ്റെ വിഷയത്തിൽ ഒക്കെ ഒരു സമമാണ്. പിന്നെ ഇവർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ സ്റ്റേറ്റിന് ഒരുപാട് സ്ഥലമുണ്ടല്ലോ, ഒഴിഞ്ഞ പ്രദേശങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ആ റോഡ് വെട്ടുക എന്നുള്ളത് കുറച്ച് ചിലവേറിയ വിഷയമാണ്. അതുപോലെ തന്നെ അതിൽ ഹൈവേ വിടുക എന്നുള്ളത് അത് ഇവർക്ക് വിഷയമുള്ളൊരു കേസല്ല. കാരണം അത് കേന്ദ്രം കൂടി അതിനെ ചുക്കാൻ പിടിക്കുന്നത് കൊണ്ട് അവർക്കത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി കഴിയും. സ്ഥലം വിട്ടു കൊടുക്കേണ്ട ആവശ്യം കാര്യമൊക്കെ ഉണ്ടാവുള്ളല്ലോ അങ്ങനെ ആകുമ്പോൾ. അല്ലാത്ത സ്റ്റേറ്റ് മാത്രം എടുക്കുന്ന വഴിയാണെങ്കിൽ അത് ഇത്തരത്തിൽ മോശം തന്നെയാണ്. അത് ഈ വഴി മാത്രമല്ല, ഞങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള പല വഴികളും അങ്ങനെ തന്നെയാണ്. ഈ ഒരു പ്ലേസ് ചെയ്ത സംഭവമാണ്. അവിടെ ഉണ്ടെങ്കിൽ പച്ചയായിട്ട് അതെന്ന് സംഭവിച്ചാൽ കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റ ഉണ്ടല്ലോ, അതിലടയുന്ന പുല്ലാണ്. അത് ഉണങ്ങിയിട്ട് അവരത് കൊയ്ത് പൊടിച്ച് അതിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. അല്ലൊക്കെ അതെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പുളിയാണത്. ഈ പുളിയുടെ ചോട്ടിൽ പുളിയല്ലേ, പുളി തന്നെയാണ്. ആണേ അവൻ പുളി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ വണ്ടീൻ്റെ ഡോറൊക്കെ തുറന്നിട്ട് കുറച്ച് നേരമായി നമ്മൾ റണ്ണിങ്ങിലാണ്. ഓഫ് റോഡും കാര്യമൊക്കെ ചെറിപ്പഞ്ഞ് പോകുന്നതല്ലേ, അതിലിങ്ങനെ വഴി പോകുന്നുണ്ട്. ഈ കാണുന്നത് ഫുള്ളായിട്ട് പരുത്തിപ്പാടമാണ്, പരുത്തിപ്പാടം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഗ്രാമീണ കാഴ്ചകളാണ് ഞങ്ങൾ കാണിച്ചു തന്നത്. ഞങ്ങളും ഗ്രാമീണ കാഴ്ചകൾ കണ്ടു. അടിപൊളിയാണ്, വളരെ നല്ല കാഴ്ചയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. റോട്ടിലേക്ക് ഞങ്ങൾ എപ്പോഴാണ് എത്തുന്നറിയില്ല, മെയിൻ റോട്ടിലേക്ക് എത്തണം. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.